ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ മനു സൈമൺ ഫിലിം. ഇന്നത്തെ നമ്മുടെ യാത്ര ഒരു പ്രത്യേക സ്ഥലത്തേക്കാണ്. കേരളത്തിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും കൊറോണയ്ക്ക് ശേഷം തുറന്നപ്പോഴും ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രം അടഞ്ഞുകിടന്നു. തിരുവനന്തപുരത്തിനടുത്തുള്ള പൊന്മുടി ഇക്കോ ടൂറിസം. ഇന്നത്തെ നമ്മുടെ യാത്ര അവിടേക്കാണ്. നമുക്കതിൻ്റെ കാഴ്ചകളിലേക്കൊന്ന് പോയി വരാം. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. പൊന്മുടി യാത്ര ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നൊരു യാത്രയായിരുന്നു, അതിങ്ങനെ സബലീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ താഴെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോൾ ഇനി പൊന്മുടി യാത്രയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 22 ഹെയർപിൻ ബെൻഡുകളാണ്. അപ്പോൾ 22 ഹെയർപിൻ ബെൻഡിലെ ഒന്നാമത്തെ ഹെയർപിൻ ബെൻഡാണ് ഇവിടെ. ഇനി 22 ഹെയർപിൻ ബെൻഡ് കയറി വേണം നമുക്ക് മുകളിലെത്താനായിട്ട്. അപ്പോൾ എങ്ങനെയാ, കൂടെ പോരുമല്ലേ? പൊന്മുടി യാത്രയിലെ കാഴ്ചയിലെ ഏറ്റവും സുന്ദരമായ ഗ്രാമ്പൂ തോട്ടങ്ങൾ. റോഡ് സൈഡിൽ നിറയുന്ന ഗ്രാമ്പൂ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ ഇതുണ്ടോ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് ഗ്രാമ്പൂവിൻ്റെ ഒരു ഇതാണ്. ഇത് നിറച്ച് ഗ്രാമ്പൂ ഉണ്ട്. ഇത് റോഡ് സൈഡിൽ മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. പോകുന്ന സൈഡിൽ ഗ്രാമ്പൂ, ഇതാണ് ഗ്രാമ്പൂ. അപ്പം പൊന്മുടിയിലേക്ക് പോകുന്ന വഴിക്കുള്ളൊരു തേയിലത്തോട്ടമാണ് കേട്ടോ. ഇത് ഉപേക്ഷിക്കപ്പെട്ടൊരു തേയിലത്തോട്ടമാണ്. പക്ഷെ ഭയങ്കര വ്യൂ ഇവിടുന്ന്. ഒരു താഴെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തൊഴിലാളികളുടെ ലയവും അതെല്ലാം കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് കണ്ടോ, 22 ഔട്ട് ഓഫ് 22. അങ്ങനെ 22ാമത്തെ ഹെയർപിൻ ബെൻഡ് നമ്മൾ കയറാൻ പോവുകയാണ്. 21 ഹെയർപിൻ ബെൻഡ് കയറി കഴിഞ്ഞു. കാട്ടിലൂടെയുള്ള യാത്രയും കണ്ടായിരുന്നു. അടിപൊളി യാത്രയായിരുന്നു. നല്ല ഒരു സാധാരണ നമ്മുടെ കാടെന്ന് പറഞ്ഞാൽ ഇത്രയും ഉണ്ടാവില്ല. ഇതൊരു ഡെൻസ് ഫോറസ്റ്റ് ആയിരുന്നുകൊണ്ട് നല്ല വൈബുള്ളൊരു യാത്രയായിരുന്നു. അപ്പോൾ നമുക്ക് പൊന്മുടിയിലേക്ക് ഉള്ള യാത്ര തുടരാം. കാടറിഞ്ഞ് കാട്ടിലൂടെയുള്ള യാത്ര എങ്ങനെയുണ്ടായിരുന്നു? കിടലിന് വൈബായിരുന്നു അല്ലേ? 22 ഹെയർപിൻ ബെൻഡുകളാണ് നമ്മൾ കയറി വന്ന് നമ്മൾ പൊന്മുടിയുടെ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുകയാണ്. പൊന്മുടിയുടെ കാഴ്ചകളിലേക്ക് ഇനി പോകാം നമുക്ക്. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. കേരളത്തിൽ സമുദ്രത്തിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഹൈ റേഞ്ചാണ് പൊന്മുടി എന്ന് പറയുന്നത്. ഏകദേശം 60 കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ തിരുവനന്തപുരത്ത് നിന്നും പൊന്മുടിയിലേക്ക്. മറ്റ് ഹൈ റേഞ്ചുകളിൽ നിന്നുള്ളൊരു വ്യത്യാസമാണ് പൊന്മുടിക്ക് ഇത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങോട്ട് ഇങ്ങോട്ട് മുമ്പോട്ട് വന്നപ്പോൾ പൊന്മുടിയുടെ കവാടത്തിൽ നമ്മളെ സ്വാഗതം ചെയ്തത് 2 വരയാടുകളാണ്. വരയാടുകളുടെ ആവാസ വ്യവസ്ഥയാണ് പൊന്മുടി വരയാട് മുട്ട എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ചാനലിൽ ഇതേക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. വരയാടുകളെക്കുറിച്ച് ഒരു ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ധാരാളം വരയാടുകളെ നമുക്കിതിൽ കാണാൻ പറ്റും. ഞാനതിൻ്റെ ഐ-കാർഡ് മേളിൽ കൊടുക്കാം. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ പോയി കാണുക. അപ്പോൾ നമുക്ക് പൊന്മുടിയുടെ കാഴ്ചകളിലേക്കൊന്ന് പോയി വരാം. പൊന്മുടിയിലെ കാഴ്ചകൾ ഇങ്ങനെ ആരംഭിക്കുകയാണ്. നമ്മൾ മേളിലൊരു വാച്ച് ടവർ കണ്ടു. ആ വാച്ച് ടവറിലോട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. കാറ്റായതുകൊണ്ട് ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും നമ്മൾ ശ്രമിക്കാം. നമ്മൾ ആ വാച്ച് ടവറിലോട്ട് നടന്നു വരുമായിരുന്നു. അപ്പോഴുണ്ടല്ലോ അവിടെ അടച്ചു വെച്ചിരിക്കുകയാണ്. മേളോട്ട് കയറ്റി വിടുന്നില്ല. കാരണം ഇന്നലെയാണ് ഇത് ഓപ്പൺ ആയത്. അതായത് 19-ാം തീയതി ഡിസംബർ 19-നാണ് ഇത് ഓപ്പൺ ആയത്. ഇന്ന് ഡിസംബർ 20-ആണ്. അപ്പോൾ അത് ഓപ്പൺ ആയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ മല കയറാൻ ശ്രമിച്ചില്ല. ഇപ്പുറത്ത് വേറെ ഭയങ്കരമായ വ്യൂ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പൊന്മുടി എന്ന പേര് വന്നതിന് പിന്നിൽ വളരെ രസകരമായ ഒരു കഥയുണ്ട്. അതായത് ഈ മലയുടെ, അതായത് അഗസ്ത്യമലയുടെ ആദിവാസികളെന്ന് അറിയപ്പെടുന്നത് കാണിക്കാർ എന്ന ആദിവാസി സമൂഹമാണ്. അവരുടെ ദൈവങ്ങളായ മലദൈവങ്ങൾ പൊന്നു സൂക്ഷിച്ചിരുന്ന മലയാണ് പിന്നീട് പൊന്മുടിയായതെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. ഭയങ്കര കാറ്റ്, അടിപൊളി കാറ്റെന്ന് വെച്ചാൽ അടിപൊളി കാറ്റ്. നമ്മൾ മറന്നുപോയി. ഞാൻ ഈ ചാരി നിൽക്കുന്ന പാറയുണ്ടല്ലോ, ഈ പാറയുടെ മണ്ടയിൽ നിന്ന് കയറിയതാണ്. ദൈവം തമ്പുരാൻ്റെ കൃപ കൊണ്ട് രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ താഴെ പോകേണ്ടി അത്രയ്ക്ക് നല്ല കാറ്റായിരുന്നു. എൻ്റെ ക്യാമറാമാനുണ്ട്, ക്യാമറാമാൻ പാറയെ കെട്ടി വെച്ചേക്കുക, അല്ലെങ്കിൽ പുള്ളി മറന്നു പോകും.
അതൊക്കെ പോട്ടെ. വേറെ രസകരമായ ഒരു കാര്യമുണ്ട്. പൊന്മുടി എന്ന പേര് വന്നതിന് പിന്നിൽ ചരിത്രകാരന്മാർ പറയുന്നത് വേറൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പണ്ട് ബുദ്ധമത കേന്ദ്രമായിരുന്നു എന്നൊരു വിശ്വാസമുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തെളിവൊക്കെ കിട്ടിയിട്ടുണ്ട്. വിതുരയിൽ നിന്നും ബോണക്കാട് പോകുന്ന വഴിക്ക് അവിടുത്തെ പ്രദേശവാസികൾക്ക് മണ്ണിൽ നിന്നും ഒരു ബുദ്ധപ്രതിമ കിട്ടുകയും അതവിടുത്തെ ശാസ്താ ക്ഷേത്രത്തിൽ പൂജയ്ക്കായിട്ട് ഇപ്പോഴും വെച്ചിട്ടുണ്ട്. അപ്പോൾ പണ്ട് ബുദ്ധമത ജൈന മത കേന്ദ്രമായിരുന്ന ഇവിടുത്തെ ദേവന്മാരെ വിശേഷിപ്പിച്ചിരുന്നത് പൊന്നയിർക്കോൻ എന്നാണ്, അല്ലെങ്കിൽ പൊന്നയിർ ദേവൻ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. അങ്ങനെയാണ് ഈ മലയ്ക്ക് പൊന്മുടി എന്ന പേര് വന്നതെന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. തിരുവനന്തപുരത്തിന് കിഴക്കുള്ള അഗസ്ത്യാർകൂടം മലയുടെ ഭാഗമാണ് പൊന്മുടി. അഗസ്ത്യകൂടം മലനിരയെ പൊതിയൽ മല എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ലെവൽ തോമസ് ജൂനിയർ എന്ന ഗ്രന്ഥകർത്താവിൻ്റെ പുസ്തകമായ ഔട്ട് ഓഫ് ദിസ് വേൾഡ് ഇൻ ടു ഫോർബിഡൻ ടിബറ്റ് എന്ന പുസ്തകത്തിൽ പൊതിയൽ മലയിലെ ബുദ്ധവിഹാരത്തിൽ സന്ദർശിച്ച ടിബറ്റിൽ നിന്നുള്ള സന്യാസിമാരെക്കുറിച്ചും ലാമമാരെക്കുറിച്ചുമുള്ള വിവരണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംഘകാല കൃതികളിലും പൊതിയൽ മലയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. സംഘകാല കൃതികളായ മണിമേഖലയിലും ചിലപ്പതികാരത്തിലും പൊതിയൽ മലയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അവയിൽ പൊതിയൽ മലയുടെ പേര് പോതാള എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ചെരൻസി എന്നാണ് ഇവിടുത്തെ ബുദ്ധവിഹാരങ്ങളെ ടിബറ്റുകാർ വിളിച്ചിരുന്നത്. അതുപോലെ തന്നെ ഹുയാൻ സിയാങ് എന്ന് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ബുദ്ധ സന്യാസി ഇവിടെ തീർത്ഥാടനത്തിന് ശ്രമിച്ച് പരാജയപ്പെട്ടിരുന്നതായും പറയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഇവിടുത്തെ ഒരു കൊട്ടാരത്തെക്കുറിച്ചുള്ള പ്രതിപാദനമുണ്ട്. 14-ാം നൂറ്റാണ്ടിലെ മാൻ ലാൻസ്പോ എന്ന സന്യാസിയാണ് ഏറ്റവും ഒടുവിൽ ഇവിടുത്തെ ബുദ്ധവിഹാരം സന്ദർശിച്ചതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ പൊന്മുടിയിൽ നമ്മളിങ്ങനെ നമ്മൾ ആ മലയൊക്കെ കയറിയിട്ട് നടന്ന് മുമ്പോട്ട് വരുമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇച്ചിരി നേരം ഒരു വെയിലൊക്കെ ആയി, ഉച്ചയൊക്കെ ആയി, സമയം വെയിലായി. അപ്പോൾ ഇച്ചിരി നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് ഇരുന്നു. അപ്പോൾ ഒരു അടിപൊളി സ്ഥലം കണ്ടു. മരമൊക്കെ ഉള്ള കുറ്റിച്ചെടിയാണ് നിൽക്കുന്ന സ്ഥലമാണ്, അടിപൊളി സ്ഥലമാണോ. ഇവിടെ ഞാൻ ഇച്ചിരി നേരം ഇരിക്കുമായിരുന്നു. അപ്പോൾ ഒരു കാര്യം പറയാം, ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ എനിക്ക് ഓർമ്മ വന്നു പറയാനായിട്ട്. തള്ളി മറിക്കാമെന്ന് വിചാരിക്കരുത്. അഗസ്ത്യാർകൂടം ബയോസ്ഫിയറിൻ്റെ ഭാഗമാണ് പൊന്മുടി. അഗസ്ത്യാർകൂടം ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട മേഖലകളിൽ വ്യാപിച്ചെടുക്കുന്ന അഗസ്ത്യാർകൂടം ബയോസ്ഫിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് പൊന്മുടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പൊന്മുടിക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിൽ കാണപ്പെടുന്ന 283 ഇനം പക്ഷിയിനങ്ങളിൽ ഏതാണ്ട് 55% കാണപ്പെടുന്നത് ഈ മേഖലകളിലാണ്. എനിക്ക് എല്ലാ കിളികളുടെയൊന്നും പേരറിയത്തില്ല. എനിക്ക് ഓർമ്മ വരുന്നത് ബ്രോഡ് ടൈൽഡ് ഗ്രാസ് ബേർഡ് എന്ന് പറഞ്ഞൊരു കിളിയുണ്ട്. പോതക്കിളി, പോരിക്കിളി എന്നൊക്കെ നമ്മൾ അല്ലാതെ വിളിക്കും. അതിൻ്റെ ആവാസ വ്യവസ്ഥയാണ് ഈ പൊന്മുടി മലനിരകൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുട്ടയിടുന്നത് ഇവിടുത്തെ പുൽമേടുകളിലാണ്. ഈ പുൽമേടുകളിലാണ് മുട്ടയിടുന്നത്. മറ്റേ കിളികൾ പോലെ കൂടുണ്ടാക്കിയല്ല ഇടുന്നത്. ഇത് ആ പുൽമേടുകളിലാണ് മുട്ടയിടുന്നത്. ആ മുട്ട വിരിഞ്ഞിട്ടാണ് ഇങ്ങനെ കണ്ടെത്ത് വളരെ അപൂർവമാണ്. ഈ പുൽമേടുകളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥ. വംശനാശ ഭീഷണി നേരിടുന്ന ഒരു പക്ഷിയാണിത്. അതുപോലെ തന്നെ പശ്ചിമഘട്ട മലനിരകളിൽ കാണപ്പെടുന്ന 300-ലധികം ചിത്രശലഭങ്ങളിൽ 190 എണ്ണത്തോളം കാണപ്പെടുന്നത് പൊന്മുടിയുടെ ഈ ആവാസ വ്യവസ്ഥയിലാണ്. അതുപോലെ തന്നെ ബ്ലൂ നവാബ് എന്ന ബട്ടർഫ്ലൈ ഇവിടെ കണ്ടെത്തുകയുണ്ടായി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഒരു ചിത്രശലഭമാണ് ബ്ലൂ നവാബ്. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം തിരുവനന്തപുരം ആമ എന്നറിയപ്പെടുന്ന ട്രാവൻകൂർ ടോർട്ടോയിസ്, കാട്ടാമ എന്നൊക്കെ അറിയപ്പെടും. ഇതിൻ്റെയൊക്കെ ആവാസ വ്യവസ്ഥ കൂടിയാണ് പൊന്മുടി. ഇത് പ്ലാസ്റ്റിക് ഫ്രീ സോണാണ് കേട്ടോ. ഇവിടെ പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും കൊണ്ടുവരാൻ ഒക്കത്തില്ല. 2000 rupees ഫൈനാണ്. അപ്പോൾ നമ്മളന്ന് ഇരവികുളം നാഷണൽ പാർക്കിൽ പോയപ്പോൾ ആ സൂനിയർ ഷോപ്പിൽ നിന്ന് മേടിച്ച ഒരു ബോട്ടിലായി. ഇതിനകത്തിലാണ് ഞാൻ വെള്ളം കൊണ്ടുവന്നത്. അപ്പോൾ ഞങ്ങളുടെ കഫ്തീരിയ വന്നു കേട്ടോ. അവിടെ ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ ബേക്കറി ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഐസ്ക്രീം ഉണ്ട്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കിട്ടും. ചായ ഒന്നുമില്ല. അടുത്ത മാസത്തോട്ട് ഫുള്ളി ഫംഗ്ഷൻ ആവും. ഉച്ചയ്ക്ക് ഊണും രാവിലെ ഇതെല്ലാം കിട്ടും. പൂരി അങ്ങനെ സാധനങ്ങളൊക്കെ കിട്ടും. ഞാനൊരു ഐസ്ക്രീം മേടിച്ചു കേട്ടോ. ഐസ്ക്രീം കഴിക്കുക. പൊന്മുടിയുടെ സുന്ദരമായ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഞാനും മടങ്ങുകയാണ്. വീണ്ടും പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരേക്കും നിങ്ങൾക്ക് എൻ്റെ നല്ല നമസ്കാരം.